പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകാഗ്നി വചന ശുശ്രൂഷയിൽ സംബന്ധിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിന് മുഴുവൻ നന്മകളും നിങ്ങൾക്കുണ്ടാകട്ടെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ നമ്മുടെ വിമല ഹൃദയത്തിന്, ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്ന ഓരോ ആത്മാവും വലിയൊരു കൃപ കൊണ്ട് നിറയും. പരിശുദ്ധ നമ്മുടെ വിമല ഹൃദയം വിജയിക്കും. ഈശോയുടെ തിരുഹൃദയത്തിൽ നമ്മൾ കാത്തു സൂക്ഷിക്കപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, കത്തോലിക്ക സഭയുടെ മതബോധ ഗ്രന്ഥത്തിൽ 104 ഖണ്ഡികയിൽ ഒരു കാര്യം രേഖപ്പെടുത്തിയിരിക്കുന്നു. കഴിഞ്ഞ നാളുകൾ വായിച്ചപ്പോൾ എന്നെ നന്നായി സ്പർശിച്ചു. അവിടെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? വിശുദ്ധ ഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിലെ ഓരോ പുസ്തകങ്ങളും, ബൈബിളിലെ ഓരോ പുസ്തകങ്ങളും അത് നമ്മൾ വായിക്കുമ്പോൾ അതിലൂടെ സംഭവിക്കുന്ന കാര്യം, ദൈവപിതാവ് ഒരു ദൈവ പൈതലിനെ സന്ദർശിക്കുന്ന സമയമാണിത്. ഒരു വ്യക്തിയോട് ദൈവം സംസാരിക്കുന്ന സമയമാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒരാള് ദൈവവചനം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഒരു വ്യക്തി ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവപിതാവ് ആ വ്യക്തിയുടെ അടുത്ത് വന്ന് ഇങ്ങനെ സന്ദർശിക്കുന്ന ഒരു സമയമാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആ വ്യക്തിയോട് സംസാരിക്കുന്ന സമയമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ അഭിഷേകാന്ത ശുശ്രൂഷയിൽ നമ്മൾ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവപിതാവ് നമ്മുടെ അടുത്ത് വന്ന് നമ്മളെ സന്ദർശിച്ച് നമ്മൾ സംസാരിക്കുന്ന സമയമാണ്. ഒരു സാക്ഷ്യം ശ്രദ്ധിക്കാം. എൻ്റെ പേര് റിജി ഡൊമിനിക്, കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ സെൻറ് തോമസ് ഇടവകാംഗമാണ്. ഞങ്ങൾ വർഷങ്ങളായി എല്ലാ ദിവസവും എല്ലാ ഞായറാഴ്ചയും കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് അഭിഷേകാഗ്നി കൂടുന്നവരാണ്. ഈ കഴിഞ്ഞ 2020 ജനുവരി മാസം മുതൽ എൻ്റെ കണ്ണിന് ഒരു ചുവപ്പും അതിഭയങ്കരമായ വേദനയും വന്നു. ഒട്ടും വെളിച്ചം കാണത്തില്ല. ഞാനൊരു സ്കൂളിലെ ടീച്ചറാണ്. സ്കൂളിലേക്ക് പോകുമ്പോൾ കറുത്ത കണ്ണടയൊക്കെ വെച്ച് പോകും. ക്ലാസ്സിലെത്തുമ്പോൾ അത് മാറ്റി കതകിൻ്റെ പുറകിൽ ഡോർ അടച്ചിട്ട് അതിൻ്റെ പുറകിലിരുന്നായിരുന്നു കുട്ടികളുടെ നോട്ട്ബുക്കൊക്കെ നോക്കുക. വെളുത്ത ഡ്രസ്സിട്ട് ആരെങ്കിലും വന്നാലോ ഒട്ടും വെളിച്ചം എനിക്ക് കാണാൻ പറ്റത്തില്ല. വീട്ടിലാരെങ്കിലും ആൾക്കാർ വന്നാൽ പോലും പെട്ടെന്ന് അകത്ത് കയറ്റി വാതിലടയ്ക്കുന്ന ഒരവസ്ഥയായിരുന്നു. അപ്പം പയ്യന്നൂർ ഹോസ്പിറ്റലിൽ കാണിച്ചു. അവിടുന്ന് 3-4 തരം ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്തു. കണ്ണിലൊഴിക്കാൻ മരുന്നുകൾ തന്നു, കുറഞ്ഞില്ല. അവർക്ക് എന്താണെന്ന് മനസ്സിലായില്ല. കോയമ്പത്തൂർ അരവിന്ദ് ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞു വിട്ടു. അവിടെയും ചെന്ന് അവരും പരിശോധനകളൊക്കെ നടത്തിയെങ്കിലും മനസ്സിലായില്ല. 11 തരം ബ്ലഡ് ടെസ്റ്റുകൾ ബോംബെയിൽ അയച്ചു ചെയ്തു. എന്താ രോഗമെന്ന് പോലും അവർക്ക് മനസ്സിലായില്ല. മരുന്നുകൾ ഒഴിക്കാൻ തന്നുകൊണ്ടേയിരുന്നു. അപ്പം ഞാൻ ഈശോയോടത് മാറ്റിത്തരണമെന്ന് ഞാൻ അതുവരെ പറഞ്ഞില്ല. പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി കാഴ്ചവെക്കാം വേദന എന്ന് വിചാരിച്ച് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പം ഏപ്രിൽ മാസത്തിൽ ടീച്ചേഴ്സിൻ്റെ കോഴ്സ് വന്നു. എനിക്ക് പോകാനോ പങ്കെടുക്കാനോ പറ്റിയില്ല. മെയ് 7-ാം തീയതി അഭിഷേകാഗ്നി, ഞായറാഴ്ച വൈകുന്നേരം 8:30 അഭിഷേകാഗ്നി കൂടിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ടീച്ചർ 40 വർഷമായിട്ടുള്ള ആസ്മാരോഗം സുഖപ്പെടുത്തിയ സാക്ഷ്യം ഞാൻ കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഈശോയെ സ്കൂള് തുറക്കാനായില്ലേ, എന്നെയും ഒന്ന് സുഖപ്പെടുത്തി തായോ എന്ന് പറഞ്ഞു. പിന്നെ 3 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, അയ്യോ കണ്ണിൽ മരുന്നൊഴിച്ചില്ലല്ലോ എന്ന്. അപ്പം പിന്നെ ആ സമയം പോയതാണ്. പിന്നെ 6 മാസം ഇതുവരെ ഒന്നും വന്നിട്ടില്ല. പിറ്റേ മാസത്തെ ചെക്കപ്പിന് ചെന്നു. അപ്പം അവരോട് പറഞ്ഞു ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. കണ്ണിന് ഒരു കുഴപ്പമില്ലാന്ന്, കണ്ണ് നല്ല ക്ലിയർ അല്ലേ, കുഴപ്പമില്ല, വെളിച്ചം കാണാം. അതുവരെ ഡോക്ടർമാർ പറഞ്ഞിരുന്നു കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞു എന്ന്. അപ്പോൾ ഈ കണ്ണട മാറ്റണം എന്നായിരുന്നു അതിന് മുമ്പ് പോയപ്പോൾ പറഞ്ഞു. എനിക്ക് വായിക്കാനൊക്കെ ബുദ്ധിമുട്ടായി തുടങ്ങിയായിരുന്നു. പക്ഷേ ആ കണ്ണട മാറ്റിയിട്ടുമില്ല. ഇതുവരെ കണ്ണിന് പിന്നെ ഒരു കുഴപ്പവും വേദനയും വന്നിട്ടുമില്ല. ലൈറ്റ് അടിച്ചപ്പോൾ ചെറിയൊരു വെളിച്ചം വന്നിട്ട് വെള്ള ഷർട്ടിട്ട ഒരാൾ വന്നാൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കണ്ണിന്. അതേപോലെ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ആളാണ്. ഇപ്പം നോക്കിയേ, ക്യാമറ ഈ TV-യുടെ ലൈറ്റ് വെച്ചിട്ട് പോലും ഒരു കുഴപ്പമില്ല, കണ്ണിന് ഒരു കുഴപ്പമില്ല. ജ്ഞാനം 16:12 കർത്താവെ മരുന്നോ ലേപനൌഷധമോ അല്ല, അവിടുത്തെ വചനം അയച്ചാണ് അവരെ സുഖപ്പെടുത്തിയെന്ന വചനം ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. വചനം കേട്ട് വചനത്താൽ അത്ഭുതകരമായ സൗഖ്യമാണ്. വേറെ ഒന്നും സംഭവിച്ചു. വചനം കേട്ടു അല്ലേ, അഭിഷേകത്തിന് വചനം കേട്ട സമയത്ത് സാക്ഷ്യം കേട്ടപ്പോൾ ഹൃദയം തുറന്നു, കർത്താവെ എന്നെയും ഒന്ന് സുഖപ്പെടുത്തണേ എന്ന് എളിമപ്പെട്ട് പ്രാർത്ഥിച്ചു. അതേ ഓർമ്മയുള്ളൂ. പിറ്റേ ദിവസം തൊട്ട് പിന്നെ ഈ രോഗം ഈ ടീച്ചറെ അലട്ടിയിട്ടില്ല. ഈ ടീച്ചറുടെ കണ്ണുകൾ അത്ഭുതകരമായി ആ രാത്രി സൗഖ്യം പ്രാപിച്ചു.
പ്രൈസ് ദ ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. പ്രിയമുള്ള സഹോദരങ്ങളെ, വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈശോ നമ്മുടെ അടുത്ത് വരുന്നത്, പിതാവ് നമ്മുടെ അടുത്ത് വരുന്നത് നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പം നമ്മൾ നമ്മുടെ കാര്യങ്ങൾ കർത്താവിനോട് പറയണം. ദൈവം ഇങ്ങനെ ഒരു കാര്യമുണ്ട്, സംസാരിക്കണം. ദൈവം സന്ദർശിക്കാൻ, സംസാരിക്കാൻ ആഗ്രഹിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ അഭിഷേകത്തിന് ഇപ്പോൾ ഈ പ്രൈസാംവർഷം നടക്കുന്ന സമയത്ത് വചനം കൊടുക്കുക, ദൈവത്തോട് പറയണം, എൻ്റെ ഈശോയെ, കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. കർത്താവേ, സഭയുടെ പ്രബോധനങ്ങൾ ഞങ്ങൾ വിശ്വസിക്കുന്നു, വചനം ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവമേ, ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ബെത്സയിദ കുളക്കര തറവാത രോഗി യേശു അടുത്തേക്ക് വന്നപ്പോൾ സുഖം പ്രാപിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് കർത്താവ് അടുത്ത് വന്ന് ചോദിച്ചപ്പോൾ, കർത്താവേ, എന്നെ കൊള്ളത്തിലിറക്കാൻ ആരുമില്ല എന്നുള്ള അവസ്ഥ വിളിച്ചു പറഞ്ഞതുപോലെ ദൈവമേ, ഇപ്പൊ ഞങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുകയാണ്. 15 സമയത്ത് ഈശോ ഞങ്ങളെ സന്ദർശിക്കുന്ന സമയം, കർത്താവ് സംസാരിക്കാൻ വരുന്ന സമയം. പ്രിയപ്പെട്ട ദൈവമക്കളെ, അവസ്ഥകൾ കർത്താവിനോട് പറയുക. രോഗികൾ ഇപ്പോൾ അവസ്ഥകൾ പറയുക. മനസ്സ് തകർന്നിരിക്കുന്ന ഒരു അവസ്ഥകൾ കർത്താവിനോട് പറയുക. ഈശോ ഇടപെടുന്നു. യേശുനാമം എന്റെ ആശ്രയം, കൈയടിച്ച്. ആശയറ്റ നേരം എന്റെ ആശ്വാസം, നിൻ വചനമാരി തൂകിനി എന്റെ വേദനകൾ സൗഖ്യമാക്കണേ. യേശുനാമം എന്റെ ആശ്രയം, ആശയറ്റ നേരം എന്റെ ആശ്വാസം, നിൻ വചനമാരി തൂകിനി എന്റെ വേദനകൾ സൗഖ്യമാക്കണേ. കൈകൾ ഉയർത്തി കൈയടിച്ച്. ബത്സയിദ കുളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു, നിന്റെ കരുണ തേടുന്നു, വൈകല്ലേ എന്റെ മോചക. ബത്സയിദ കുളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു, നിന്റെ കരുണ തേടുന്നു, വൈകല്ലേ എന്റെ മോചക. ഓ കർത്താവേ, സാമുവേൽ പ്രവചനം 1-ാമത്തെ പുസ്തകത്തിന് 1-ാമത്തെ അധ്യായത്തിൽ ഹന്ന ദൈവത്തോട് പറഞ്ഞു, ഓ വളരെയേറെ മനോവേദന അനുഭവിക്കുന്നവളാണ് ഞാൻ. കർത്താവേ, കർത്താവേ, ഇപ്പോൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുകയാണ്. വചന ശുശ്രൂഷയുടെ സമയത്ത്, ദൈവസ്തുതിപ്പിന്റെ സമയത്ത് ദൈവമക്കളെ പിതാവായ ദൈവം സന്ദർശിക്കുമെന്ന് തിരുസഭ പഠിപ്പിക്കുന്നു. അവിടുന്ന് സംസാരിക്കാൻ ആഗ്രഹിച്ചു വരുന്ന സമയമാണിത്. മനസ്സിന്റെ വേദനകൾ, മനസ്സിന്റെ വിഷമങ്ങൾ, മടുപ്പ്, തളർച്ച, ജീവിതം അവസാനിപ്പിക്കുന്ന ചിന്ത, നിരാശ എന്ന് വേണ്ട മനസ്സ് തകർന്ന് മുന്നോട്ട് പറ്റില്ല. അതുപോലെയുള്ള മനസ്സിന്റെ എല്ലാ വൈകാരിക തരത്തിലും നൊമ്പരങ്ങളും വേദനകളും ആരോടും പറയാതെ വെച്ചിരുന്ന മനസ്സിന്റെ നൊമ്പരങ്ങൾ എല്ലാം സമർപ്പിച്ച കർത്താവ് പറയുകയാണ്, യേശുവിനോട് പറയുകയാണ്, അവിടുന്ന് സുഖപ്പെടുത്തു. എന്നെ ചുറ്റും ആയിരങ്ങൾക്കിടയിലാ എന്നെ തന്നെ നോക്കി നിൽക്കുന്നേ ഒരുവൻ. എന്നെ ചുറ്റും ആയിരങ്ങൾക്കിടയിലാ എന്നെ തന്നെ നോക്കി നിൽക്കുന്നേ ഒരുവൻ. അത് യേശുവായിരുന്നു, എന്റെ രക്ഷയായിരുന്നു, അവൻ എന്റെ ശിക്ഷ ഏറ്റുവാങ്ങി നിന്നു. അത് യേശുവായിരുന്നു, എന്റെ രക്ഷയായിരുന്നു, അവൻ എന്റെ ശിക്ഷ ഏറ്റുവാങ്ങി കൈകൾ ഉയർത്തി. ബത്സയിദ കുളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു, നിന്റെ കരുണ തേടുന്നു, വൈകല്ലേ എന്റെ മോചക. ഓഹോ ബത്സയിദ കുളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു, നിന്റെ കരുണ തേടുന്നു, വൈകല്ലേ യേശുവേ. യേശുവേ, ഹൃദയം തകർന്ന് വിളിക്കുന്നു, മനസ്സ് തകർന്ന് വിളിക്കുന്നു, മറ്റാരും ശ്രദ്ധിക്കുന്നില്ല. ആയിരങ്ങൾക്കിടയിൽ നിന്നെ നോക്കി നിൽക്കുന്ന ഈശോ, 10,000ങ്ങളുടെ നടുവിൽ നീ വചനം കേൾക്കാൻ വേണ്ടി വരുമ്പോൾ നിന്റെ അടുത്തേക്ക് വരുന്ന പിതാവ്, നിന്നെ അഭിഷേകം ചെയ്യാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന പരിശുദ്ധാത്മാവ്, പരിശുദ്ധ തൃത്വത്തിന്റെ ആവാസത്തിന്റെ സമയമാണല്ലോ ഇത്. ഓ കർത്താവേ, ലൂക്കാ 6:19 അവിടുന്ന് ശക്തി പുറപ്പെട്ട് അനേകരെ സുഖപ്പെടുത്തി.
സംഭവിക്കേണ്ട കാര്യം, ഓരോ ഹൃദയങ്ങളെ തൊടണത്, ഓരോ ശരീരങ്ങളെ സ്പർശിക്കണം, ഓരോ ആത്മാവിനെ അവിടുന്ന് തൊടണത്, കുഞ്ഞുങ്ങളെ സ്പർശിക്കണമേ, ബാലന്മാരെ സ്പർശിക്കണമേ ദൈവമേ. ചെറിയ കൈക്കുഞ്ഞുങ്ങള് കർത്താവ് ആശ്രമത്തിൽ കിടന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നവര്, യൂട്യൂബിൽ കർത്താവ് അഭിഷേകത്തിന്റെ എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുന്നവര്, കർത്താവ് ഓരോരുത്തരെ സ്പർശിക്കണം കർത്താവ്. ഓരോ സ്ഥലങ്ങളായിരിക്കുന്ന മക്കൾക്ക് വേണ്ടി, ജീവിത പങ്കാളിക്ക് വേണ്ടി, മാതാക്കൾക്ക് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നവര്, യേശുവേ ഇടപെടണമേ, സ്പർശിക്കണേ കർത്താവ്. ആരാധന ആരാധന യേശുവേ, ആരാധന ഈശോയെ, ആരാധന 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 കർത്താവെ സ്പർശിക്കണം, ഈശോയെ ഇടപെടണം, ആരാധന ആരാധന ഈശോയെ, ആരാധന കർത്താവേ സ്പർശിക്കണം, സുഖപ്പെട്ടു തന്നെ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. കർത്താവിൻ്റെ ഒരു സ്പർശനം ഓരോ വ്യക്തികളുടെ കുടുംബങ്ങളെ കർത്താവ് തരും. നമുക്കിരിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ആത്മീയ ജീവൻ നിലനിർത്താൻ എന്തു ചെയ്യണം. Praise the Lord. Praise the Lord. നമ്മുടെ ജീവൻ നിലനിർത്താൻ വായു, ജലം, ഭക്ഷണം, അങ്ങനെ പല കാര്യങ്ങൾ, അടിസ്ഥാന ആവശ്യങ്ങൾ ഉള്ളതിനെക്കുറിച്ച്, പ്രാഥമിക ആവശ്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. എന്ന് പറയുന്നത് പോലെ നമ്മുടെ ആത്മീയ ജീവൻ നിലനിർത്താൻ പല കാര്യത്തിലും നമുക്കൊരു ശ്രദ്ധ വേണം. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 19-ാമത്തെ അധ്യായത്തിൽ 13 മുതൽ 16 വരെയുള്ള തിരുവാക്യങ്ങൾ. ഈ സ്ഥലം ഞങ്ങൾ നശിപ്പിക്കാൻ പോവുകയാണ്. ഇവിടുത്തെ ജനങ്ങൾക്കെതിരെ രൂക്ഷമായ നിലവിളി കർത്താവിൻ്റെ മുൻപിൽ എത്തിയിരിക്കുന്നു. ഇവിടെ നശിപ്പിക്കാൻ കർത്താവ് ഞങ്ങളെ അയച്ചിരിക്കുകയാണ്. നേരം പുലർന്നപ്പോൾ ദൂതന്മാർ ലോത്തിനോട് പറഞ്ഞു, എഴുന്നേറ്റ് ഭാര്യയെയും പെൺമക്കൾ 2 പേരെയും കൂട്ടി വേഗം പുറപ്പെടുക, അല്ലെങ്കിൽ നഗരത്തോടൊപ്പം നിങ്ങളും നശിച്ചു പോകും. എന്നാൽ അവൻ മടിച്ചു നിന്നു. കർത്താവിന് അവനോട് കരുണ തോന്നിയതുകൊണ്ട് ആ മനുഷ്യർ അവനെയും ഭാര്യയെയും മക്കളെയും കൈക്ക് പിടിച്ച് നഗരത്തിന് പുറത്ത് കൊണ്ടുപോയി വിട്ടു. പ്രൈസ് ദി ലോർഡ്. Praise the Lord. സോദോം ഗൊമോറ നശിപ്പിക്കാൻ ദൈവം തീരുമാനമെടുത്തു. അങ്ങനെ തീരുമാനമെടുത്തപ്പോൾ ലോത്തിനെ കുടുംബത്തെയും ദൈവം പ്രത്യേകമായിട്ട് പരിഗണിക്കുകയാണ്. അങ്ങനെ ദൂതന്മാർ പറഞ്ഞു, പെട്ടെന്ന് തന്നെ എഴുന്നേക്കണം, പെട്ടെന്ന് തന്നെ പുറപ്പെടണം, ഈ ദേശം വിട്ട് പോകണം, സമയം വൈകരുത്. എന്നാൽ ഒരു മടി, ഒരു ഉപേക്ഷിക്കാരുടെ മടി, ഉടനെ ദൈവം തന്നെ ഇനീഷ്യേറ്റീവ് എടുത്ത് കരുണ തോന്നിയത് കൊണ്ട് കൈക്ക് പിടിച്ച് ദൈവം അവരെ അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്. അടുത്ത വാക്ക് നമുക്ക് പഠിക്കാം. ഉൽപ്പത്തി 19:17, ജനസിസ് 19:17. അവരെ പുറത്തു കൊണ്ടുചെന്ന് വിട്ടതിന് ശേഷം അവരിൽ ഒരുവൻ പറഞ്ഞു, ജീവൻ വേണമെങ്കിൽ ഓടിപ്പോവുക, പിന്തിരിഞ്ഞ് നോക്കരുത്, താഴ്വരയിൽ എങ്ങും തങ്ങുകയും അരുത്, മല മുകളിലേക്ക് ഓടി രക്ഷപ്പെടുക, അല്ലെങ്കിൽ നിങ്ങൾ വെന്തു നശിക്കും. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അപ്പൊ ദൂതൻ ഇവരെ കൈക്ക് പിടിച്ച് മാറ്റി കൊണ്ടുപോയി മറ്റൊരു സ്ഥലത്ത് വിട്ടിട്ട് 4 കാര്യങ്ങൾ പ്രത്യേകമായിട്ട് പറയുകയാണ്. ഒന്നാമത്തേതാണ്, നിങ്ങൾ വേറെ ഇങ്ങനെ ആടി തൂങ്ങി ചതഞ്ഞ രീതി നിൽക്കരുത്, ഒന്ന് വേഗം ഓടിപ്പോകണം. രണ്ടാമത്തേത്, അങ്ങനെ ഓടിപ്പോകുന്നതിനിടയിൽ നീ പിന്തിരിഞ്ഞ് നോക്കരുത്. മൂന്നാമത്തേത്, ഇടയ്ക്ക് എവിടെയെങ്കിലും താഴ്വാരം കിട്ടിയാൽ ആ താഴ്വാരത്തെ തങ്ങരുത്. നാലാമത്തേത്, മല മുകളിലേക്ക് ഓടിപ്പോകണം. പറയാ ഹല്ലേലൂയ. Hallelujah. പ്രൈസ് ദി ലോർഡ്. Praise the Lord. 4 കാര്യങ്ങളാണ്. ഓടിപ്പോകണം, പിന്തിരിഞ്ഞ് നോക്കരുത്, താഴ്വരയിൽ തങ്ങരുത്, മല മുകളിലേക്ക് ഓടിപ്പോകണം. അല്ലെങ്കിൽ എന്താ സംഭവിക്കും? ബന്ധു നശിക്കുമെന്ന് പറയുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് പുതിയ നിയമത്തിലും ബാധകമാണ്. പഴയ നിയമത്തിൽ തീയും ഗന്ധം ഇറങ്ങി ബന്ധം നശിപ്പിക്കപ്പെട്ട അവസ്ഥയായിരുന്നെങ്കിൽ പുതിയ നിയമത്തിൽ ആത്മീയ ജീവൻ നഷ്ടപ്പെട്ട് ഒരു മരിച്ച അവസ്ഥയിലേക്ക് മനുഷ്യൻ രൂപാന്തരപ്പെടും. ജീവിച്ചിരിക്കുന്നവൻ എന്നാണ് നിന്നെക്കുറിച്ച് പറയുന്നത്, പക്ഷെ നീ മരിച്ചവനാണ്. വെളിപാടിന്റെ പുസ്തകത്തിലെ വചനം വെളിപ്പെടുത്തുന്നുണ്ട്.
1 തിമോത്തി 5:6 വചനം വെളിപ്പെടുത്തുന്നുണ്ട്, സുഖാനുഭവങ്ങളിൽ മുഴുകിയിരിക്കുന്നവൾ ജീവിച്ചിരിക്കെ തന്നെ മരിച്ചവളാണ് എന്ന് പറഞ്ഞാൽ വ്യഭിചാരം പോലെയുള്ള പാപത്തിൽ മുഴുകിയിരിക്കുന്ന വ്യക്തിയെക്കുറിച്ച് പറയുകയാണ്, ജീവിച്ചിരിക്കെ തന്നെ മരിച്ച വ്യക്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പഴയ നിയമത്തിൽ ഒരു ഭൗതിക മരണമായിരുന്നെങ്കിൽ പുതിയ നിയമത്തിൽ ഒരു ആത്മീയ മരണം സംഭവിക്കാൻ വളരെ സാധ്യതയുണ്ട്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, ആത്മീയ ജീവൻ നിലനിർത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു ദൈവവൈദ്യൽ ചെയ്യേണ്ട കാര്യമാണ്, ചില മേഖലകളിൽ നിന്ന് ഓടിപ്പോകാൻ വേണ്ടി പരിശ്രമിക്കണം. ഓടിപ്പോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമം വേണം. എവിടെ നിന്നാണ് ഓടിപ്പോകേണ്ടത്? പാപത്തിൽ നിന്ന്, പാപ സാഹചര്യത്തിൽ നിന്ന് ഓടിപ്പോകാൻ പഠിക്കുന്നില്ലെങ്കിൽ ആത്മീയ ജീവൻ നിലനിർത്താൻ സാധ്യമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് പ്രഭാഷകന്റെ പുസ്തകത്തിൽ 21-ാമത്തെ അധ്യായത്തിന്റെ 2-ാം തിരുവചനം ഇങ്ങനെ പഠിപ്പിക്കുന്നത്, സർപ്പത്തിൽ നിന്നതുപോലെ പാപത്തിൽ നിന്ന് ഓടി അകലുക. അടുത്ത് ചെന്നാൽ അത് കടിക്കും. അതിൻ്റെ പല്ലുകൾ സിംഹത്തിന്റെ പല്ലുകളാണ്. അത് ജീവൻ അപഹരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഓടിപ്പോകാതെ പാപത്തിന്റെ കൂട്ടുകെട്ടുകളിൽ, പാപത്തിന്റെ സഹവാസങ്ങളിൽ, പാപത്തിന്റെ ബന്ധങ്ങളിൽ നമ്മൾ തുറന്നുകൊണ്ടിരുന്നാൽ അത് നിന്റെ ജീവൻ അപഹരിച്ചു കളയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. മാമോദീസായിലൂടെ കർത്താവ് വന്നിരിക്കുന്ന ദൈവിക ജീവൻ അപഹരിച്ചു കളയും. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, ജീവൻ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ഓടിപ്പോകാൻ വേണ്ടി പഠിക്കണം. പാപത്തിന്റെ കൂട്ടുകെട്ട് വിടാൻ വേണ്ടി പഠിക്കണം. പാപത്തിന്റെ സാഹചര്യം ഉപേക്ഷിക്കാൻ വേണ്ടി പഠിക്കണം. മനസ്സാപ്രവൃത്തി നമ്മളെന്താ ചെല്ലുന്നത്? പാപവും പാപ സാഹചര്യങ്ങളും ഉപേക്ഷിക്കുന്നു. ഇന്ന് അനേകം വ്യക്തികളുടെ പ്രത്യേകത, പാപം ഉപേക്ഷിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ സാഹചര്യം ഉപേക്ഷിക്കാൻ മനസ്സില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ലോകത്തിന്റെ കുടുംബത്തിൽ എന്താ? അവർക്ക് സ്ഥിതി കാര്യം നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ സ്ഥലം വിടാൻ ഇഷ്ടമില്ല. അതല്ലേ അവസ്ഥ. ജീവൻ നിലനിർത്താൻ ആഗ്രഹമുണ്ട്, തീയും ഗന്ധകം വീഴാതിരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ആ സ്ഥലം വിടാൻ ഇഷ്ടമില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കൊറിന്തോസ്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ 18-ാം തിരുവചനം, 1 Corinthians chapter 6 verse 18, വ്യഭിചാരത്തിൽ നിന്ന് ഓടി അകലുവിൻ. മനുഷ്യൻ ചെയ്യുന്ന മറ്റ് പാപങ്ങളെല്ലാം ശരീരത്തിന് വെളിയിലാണ്. വ്യഭിചാരം ചെയ്യുന്നവനാകട്ടെ സ്വന്തം ശരീരത്തിനെതിരായി പാപം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ സർപ്പത്തിൽ നിന്ന് എന്ന പോലെ പാപത്തിൽ നിന്ന് ഓടി അകലുമെന്ന് പഴയ നിയമത്തെ പറയുമ്പോൾ, പുതിയ നിയമത്തിൽ ഒരു പാപത്തെ സ്പെഷ്യലായിട്ട് എടുത്ത് പറയുകയാണ്. വ്യഭിചാരം എന്ന് പറയുന്ന പാപം, പോണോഗ്രഫി എന്ന് പറയുന്ന പാപം, ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയുന്ന പാപം. എൻ്റെ പ്രിയപ്പെട്ട സാർ, LGBTQ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് തരത്തിലുള്ള പുതിയ പ്രത്യയ ശാസ്ത്രങ്ങളും പുതിയ തരത്തിലുള്ള ഓരോ ലെവലുകളുള്ള കാര്യങ്ങൾ വരുമ്പോൾ, പ്രിയപ്പെട്ട ദൈവ പൈതലേ, ഇതൊരു വേർതിരിവിന്റെ കാലഘട്ടമാണ്. കളയും വെളയും വേർതിരിക്കുന്ന കാലഘട്ടമാണ്. വചനത്തോട് ചേർന്ന് നിൽക്കുന്നവരും വചനത്തോട് ചേർന്ന് നിൽക്കാത്തവരും തമ്മിൽ വേർതിരിവിന്റെ ഒരു കാലഘട്ടമാണ് ഇതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതിനെക്കുറിച്ച് ഒന്ന് സംസാരിക്കാൻ പറ്റാത്ത കാലഘട്ടം നമ്മുടെ കാൽ ചുവട്ടിൽ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതുപോലത്തുള്ള നിയമങ്ങളും അതുപോലത്തുള്ള കാര്യങ്ങളും രംഗപ്രവേശം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഭാപിതാവ് വിശുദ്ധ അഗസ്തീനോസ് പറയുന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. ആസക്തിയുടെ ആക്രമണങ്ങളെ ആട്ടി ഓടിക്കാൻ പലായനം തുടങ്ങുക. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അഗസ്തീനോസ് പറയാണ്, ആസക്തിയുടെ ആക്രമണങ്ങളെ ആട്ടി ഓടിക്കണം, നിങ്ങൾ പലായനം തുടങ്ങണം. സെന്റ് അഗസ്തീൻ പിന്നീട് പറയാണ്, ഇത് പേടി കൊണ്ട് ഓടുന്നതല്ല, ഇത് ഭയം കൊണ്ട് ഓടുന്നതല്ല, ഇത് ആത്മരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഓട്ടമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ ഫ്രാൻസിസ് അസീസി പഠിപ്പിക്കുകയാണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം, പക്ഷേ പാപ സാഹചര്യങ്ങളിൽ തുടരുമ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ എങ്ങനെയൊക്കെ പെരുമാറണം, എങ്ങനെയൊക്കെ ജീവിക്കണം, മോറൽ സ്റ്റാൻഡേർഡ് ക്ലാസ്സുകൾ, എല്ലാ സംഗതികളും ഉണ്ട്, ബുദ്ധിയിൽ ഇതൊക്കെ അറിയാം. പക്ഷേ ഒരു പാപ സാഹചര്യത്തെ തുടരുമ്പോൾ, പാപത്തിൻ്റെ കൂട്ടുകെട്ടുകളും ചാറ്റിങ്ങുകളും ബന്ധങ്ങളും അറ്റാച്ച്മെൻറ്റുകളിലും പല തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ചെന്ന് മുഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പെട്ടെന്ന് ഒരു അഗ്നി കൊണ്ട് നിൽക്കുന്ന പെട്ടെന്ന് ജഡത്തിലേക്ക് തകർന്ന് വീഴാൻ സാധ്യതയുണ്ട്. അതാണ് പാപ സാഹചര്യം തുടരുമ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ആത്മീയ ജീവൻ നിലനിർത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു ദൈവവൈദ്യൽ ചെയ്യേണ്ട കാര്യം, we have to leave the situations of the sin.
പാപ സാഹചര്യങ്ങളെ ഓടി അകലണം. ഹല്ലേലൂയാ. Hallelujah. പ്രൈസ് ദി ലോർഡ്. Praise the Lord. രണ്ടാമത്തെ ഒരു കാര്യം, ആത്മീയ ജീവൻ നിലനിർത്തണമെങ്കിൽ രണ്ടാമത്തെ കാര്യം ഇതാണ്: പിന്തിരിഞ്ഞ് നോക്കാൻ നിൽക്കരുത്. പിന്തിരിഞ്ഞ് നോക്കാൻ നിൽക്കരുത്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 19-ാമത്തെ അധ്യായത്തിന്റെ 26-ാം തിരുവചനം, ലോത്തിന്റെ ഭാര്യ അവന്റെ പിറകെ വരികയായിരുന്നു, അവൾ പിന്തിരിഞ്ഞ് നോക്കിയത് കൊണ്ട് ഒരു ഉപ്പ് തൂണായിട്ട് തീർന്നു. ഹല്ലേലൂയാ. Hallelujah. ആ വചനഭാഗത്തിന്റെ ബാക്കിയാണത്. ലോത്തിന്റെ ഭാര്യ ഇങ്ങനെ ഓടി പോകുന്നതിനിടയിൽ പിന്തിരിഞ്ഞ് നോക്കിയേ ഒരു ഉപ്പ് തൂണായിട്ട് തീർന്നു. ജീവൻ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, ഒരു ആത്മീയ ജീവൻ ലക്ഷ്യമാക്കുന്ന ദൈവ പൈതൽ കഴിഞ്ഞകാല പാപത്തിലേക്ക്, കഴിഞ്ഞകാല പാപത്തിൻ്റെ ഓർമ്മകളിലേക്ക്, കഴിഞ്ഞകാല പാപത്തിൻ്റെ ചിന്തകളിലേക്ക്, കുറ്റബോധത്തിലേക്ക് തിരിഞ്ഞു നോക്കരുത്. അത് ദൈവത്തിൻ്റെ ഒരു താക്കീതാണത്. ഹല്ലേലൂയാ. Hallelujah. അദൃശ്യ പോരാട്ടം എന്ന് പറഞ്ഞ പുസ്തകത്തിന്റെ 342-ാമത്തെ പേജിൽ ഒരു കാര്യം ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിസാരമായ ഏതെങ്കിലും പാപത്തിൽ നിങ്ങൾ പതിക്കാൻ ഇടയായാൽ, ഒരു ദിവസം അത് 1000 വട്ടം സംഭവിച്ചാലും അത് ശ്രദ്ധിച്ചാൽ ഉടനെ നിങ്ങളെ തന്നെ പീഡിപ്പിച്ച സമയം പാഴാക്കരുത്. ഉടൻ തന്നെ സ്വയം എളിമപ്പെടുക. ബലഹീനത തിരിച്ചറിഞ്ഞ് പ്രത്യാശയോടെ ദൈവത്തിലേക്ക് തിരിയുക. കർത്താവായ ദൈവമേ, ഞാനിത് ചെയ്തത് എൻ്റെ അവസ്ഥ കൊണ്ടാണ്. അവിടുത്തെ കൃപ എന്നെ സഹായിക്കുന്നില്ലെങ്കിൽ എന്നെ എൻ്റെ ഇഷ്ടത്തിന് വിട്ടാൽ ഇത്തരം പാപങ്ങളോ അതിൽ മോശമായതോ അല്ലാതെ ഒന്നും എന്നിൽ നിന്ന് ഉണ്ടാകുകയല്ല. അപ്പോൾ നമുക്കൊരു പാപം ഉണ്ടായി, ഒരു വീഴ്ചയുണ്ടായി, ഒരു ബലഹീനതയുണ്ടായി, ഒരു തഴക്കദോഷം ഉണ്ടായി. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നിരാശപ്പെടരുത്, സങ്കടപ്പെടരുത്. വേഗം പ്രത്യാശയോടെ കുമ്പസാരിച്ച് എളിമപ്പെട്ട് ദൈവസന്നിധിയിൽ ചെന്ന്, ദൈവമേ കരുണ കാണിക്കണം, നശിപ്പിക്കരുത്, തള്ളിക്കളയരുത്, അങ്ങ് കൈവിട്ടാൽ എനിക്ക് പാപം മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു വേഗം ദൈവത്തിലേക്ക് മുന്നോട്ട് പോകണം. അല്ലാതെ ഏതായാലും വീണല്ലോ, ഇനി എന്തായാലും കുറച്ചങ്ങനെ പോട്ടെ, ഞാൻ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, ഞാൻ ഇങ്ങനെയുള്ളൂ എന്ന് പറഞ്ഞ് നിരാശപ്പെടരുത്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. ശരിക്കും പറഞ്ഞ എൻ്റെ സഹോദരങ്ങളെ, ദൈവം മനുഷ്യരോടുള്ള അനന്തമായ സ്നേഹം പ്രകടമാക്കുന്നത് ദൈവം തൻ്റെ കരുണയിലൂടെയാണ്. ഹല്ലേലൂയ. Hallelujah. ദൈവത്തിന്റെ സ്നേഹം ഒരു വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ പ്രകടമാകുന്നത് ദൈവത്തിന്റെ കരുണയിലാണ്. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ പ്രീച്ചേഴ്സ് ഓഫ് ഡിവൈൻ മേഴ്സിയിലെ വൈദികർ എന്ന നിലയിൽ എൻ്റെ സഹോദരങ്ങളെ ദൈവകരുണയെക്കുറിച്ച് പ്രഘോഷിക്കാനുള്ള ഒരു കടപ്പാടുണ്ട്. അതുകൊണ്ട് തന്നെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഫൗസ്ത്യൻ ഡയറിയിൽ 1146-ാമത്തെ കണ്ണികയിൽ, ഏറ്റവും വലിയ പാപികൾ എൻ്റെ കരുണയിൽ ആശ്രയിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. മറ്റാരേക്കാൾ കൂടുതൽ അവർക്കാണ് എൻ്റെ കരുണയുടെ ആഴങ്ങളെ ശരണപ്പെടുന്നുള്ള ഏറ്റവും വലിയ അവകാശം. പ്രൈസ് ദി ലോർഡ്. Praise the Lord. എൻ്റെ മകളെ, പീഡിപ്പിക്കപ്പെടുന്ന ആത്മാക്കളോടുള്ള എൻ്റെ കരുണയെപ്പറ്റി എഴുതുക. എൻ്റെ കരുണ യാചിക്കുന്ന ആത്മാക്കൾ എന്നെ ആനന്ദിപ്പിക്കുന്നു. അവർ അപേക്ഷിക്കുന്നതിലും അധികം കൃപകൾ ഞാൻ അവർക്ക് പ്രദാനം ചെയ്യുന്നു. എൻ്റെ ആർദ്രത അപേക്ഷിക്കുന്ന ഏറ്റവും വലിയ പാപിയെ പോലും എനിക്ക് ശിക്ഷിക്കാൻ സാധിക്കുകയല്ല എന്ന് മാത്രമല്ല, എൻ്റെ അത്യഗാധവും അഗ്രാഹവുമായ കരുണയാൽ ഞാൻ അവരെ നീതീകരിക്കും. അപ്പോൾ വിശുദ്ധ പൗലോസ് പറയാണ്, നീ എൻ്റെ കരുണയെക്കുറിച്ച് എഴുതണം. പൗലോസിന്റെ ഡയറിയിലുണ്ട്, ഇപ്പോൾ എൻ്റെ പുരോഹിതരെ കരുണയെക്കുറിച്ച് പ്രഘോഷിക്കണം. ഏറ്റവും വലിയ പാപിക്കാണ് ഏറ്റവും വലിയ കരുണ. എത്ര വലിയ പാപിയാണെങ്കിൽ എൻ്റെ ദൈവമേ, ഞാൻ കരുണ തോന്നണമേ, ദൈവമേ ഞാനങ്ങനെ ശരണപ്പെന്ന് പ്രാർത്ഥിച്ചാൽ ആ പാപിയെ ദൈവത്തിന് ശിക്ഷിക്കാൻ പറ്റുകയില്ല. അവൻ അനുതാപം കൊടുക്കും, കുമ്പസാരത്തിൽ കൊണ്ടുവരും, അവനെ ശുദ്ധജലത്തിൽ കഴുകും, ദൈവം അവന് വീണ്ടെടുക്കും. ഹല്ലേലൂയ. Hallelujah. വിശുദ്ധ പൗലോസിന്റെ ഡയറിയിൽ 423-ാമത്തെ കണ്ടുക, ഒരു കുഞ്ഞ് തൻ്റെ അമ്മയുടെ ഹൃദയത്തിൽ എന്നതിനേക്കാൾ തൻ്റെ അളവറ്റ കരുണയിൽ നാം ദൈവത്തോട് അടുത്തിരിക്കുന്നു. ഓ ദൈവമേ, ആത്മാർത്ഥമായി അനുതപിക്കുന്ന കഠിന പാപികളോട് അവിടുന്ന് അനുകമ്പ തന്നെയാണ്. ഒരുവൻ എത്രമാത്രം പാപിയാണോ ദൈവ കരുണ പ്രാപിക്കാൻ അവൻ അത്രമാത്രം യോഗ്യനാണ്. ഹല്ലേലൂയാ. Hallelujah. അപ്പൊ ദൈവത്തോട് കരുണയ്ക്ക് വേണ്ടി അപേക്ഷിക്കുമ്പോൾ പിന്നെ ദൈവം അദ്ദേഹത്തിന് അനുകമ്പ മാത്രമാണ്, ഒന്നുമല്ല, അനുകമ്പ മാത്രമാണ്. ഹല്ലേലൂയാ. Hallelujah. അതുകൊണ്ട് രണ്ടാമത്തെ സംഗതി, എൻ്റെ സഹോദരൻ, നമ്മുടെ ജീവിതത്തിൽ ഒരു പാപത്തിൽ നിരാശപ്പെടരുത്, പിന്തിരിഞ്ഞ് നോക്കരുത്. കഴിഞ്ഞകാല പാപങ്ങളെക്കുറിച്ചുള്ള ഓർമ്മ പോലും നമ്മളെ പാപത്തിലേക്ക് വലിച്ചു അടിക്കാനുള്ള പിശാചിന്റെ തട്ടിപ്പാണ്. Praise the Lord. Praise the Lord. മൂന്നാമത്തെ സംഗതി എൻ്റെ സഹോദരങ്ങളെ,
ചില താഴ്വാരങ്ങളിൽ നമ്മൾ തങ്ങരുത്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ന്യായാധിപന പുസ്തകത്തിൽ 5-ാമത്തെ അധ്യായത്തിന്റെ 15-16 തിരുവചനങ്ങൾ. റൂബൻ ഭവനങ്ങളിൽ ആഴത്തിൽ ഹൃദയ പരിശോധന നടന്നു. ആറ്റിൻ പറ്റങ്ങളുടെ ഇടയിൽ അവയ്ക്കുള്ള കുഴൽവിളി കേൾക്കാൻ നിങ്ങൾ തങ്ങിയതെന്ത്? റൂബൻ ഭവനങ്ങളിൽ ആഴത്തിൽ ഹൃദയ പരിശോധന നടന്നു. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അപ്പോൾ ആത്മീയ ജീവൻ നമ്മൾ നിലനിർത്താൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ ഭാവനകളിൽ നമ്മൾ വെറുതെ ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ തങ്ങി നിൽക്കരുത്. ഇഷ്ടപ്പെട്ട ചിന്തകളിൽ, ഇഷ്ടപ്പെട്ട ഭാവനകളിൽ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 6-ാമത്തെ അധ്യായത്തിന് 5-6 തിരുവചനങ്ങൾ. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നു. അവന്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചത് മാത്രമാണെന്ന് കർത്താവ് കണ്ടു. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അപ്പൊ ദുഷിച്ച ഭാവന, ദുഷിച്ച ചിന്ത, അവയൊക്കെ കഴിഞ്ഞ എപ്പിസോഡിൽ കേട്ടതുപോലെ യേശുവിന്റെ തിരുരക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിക്കണം. ഉത്തമഗീത 6:12. ഞാൻ അറിയാതെ തന്നെ എൻ്റെ ഭാവന എന്നെ രഥത്തിൽ എൻ്റെ നാഥന്റെ അരികിൽ ഇരുത്തി. ഹല്ലേലൂയാ. Hallelujah. അപ്പോൾ നമ്മുടെ ഭാവനകളിൽ, ചിന്തകളിലൊന്നും നമ്മൾ തങ്ങി നിൽക്കരുത്. താഴ്വാരങ്ങളിൽ തങ്ങി നിൽക്കരുത്. പിന്നെ എന്ത് ചെയ്യണം? 4-ാമത്തേത്, മലമുകളിലേക്ക് ഓടി പോകണം. പെട്ടെന്ന് തന്നെ ദേവാലയത്തിലേക്ക് പോകണം, പെട്ടെന്ന് തന്നെ വിശുദ്ധ കുർബാനയ്ക്ക് പോകണം, പെട്ടെന്ന് തന്നെ ആരാധനയ്ക്ക് പോകണം, പെട്ടെന്ന് തന്നെ വചനത്തിലേക്ക് പോകണം. അങ്ങനെ ശക്തി സംഭരിച്ച് കൃപയിൽ നിറഞ്ഞ് ആത്മീയ ജീവൻ നമ്മൾ നിലനിർത്തണം. മലമുകളിലേക്ക് ഓടി പോകുക എന്ന് പറയുന്നത്, മലമുകൾ എപ്പോഴും ദൈവ സാന്നിധ്യത്തിന്റെ സ്ഥലമാണ്. ദേവാലയം ദൈവ സാന്നിധ്യത്തിന്റെ സ്ഥലമാണ്. വിശുദ്ധ കുർബാന ദൈവ സാന്നിധ്യം, ദൈവം തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. വചനം ദൈവം തന്നെയാണ്. ഹല്ലേലൂയാ. Hallelujah. അങ്ങനെ ശക്തി സംഭരിച്ച് ആത്മജീവിതത്തിൽ നിലനിൽക്കാൻ കർത്താവ് നമ്മളെ വിളിക്കുന്നു. നമ്മൾ ആ കേട്ട വചനം മനസ്സിലേക്ക് കൊണ്ടുവരാം. റൂബന്റെ ഗോത്രത്തിൽ ആഴത്തിൽ ഹൃദയ പരിശോധന നടന്നു. ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുന്നതിനിടയിൽ കുഴൽനാദം കേൾക്കാൻ നീ എന്തിനാ തങ്ങിയത്? ദൈവം അത് ഉദ്ദേശിച്ചിട്ടില്ല. കർത്താവേ, ഞങ്ങൾ പലപ്പോഴും ചിന്തകളിൽ, ഭാവനകളിൽ, താഴ്വാരങ്ങളൊക്കെ പലപ്പോഴും തങ്ങി നിന്ന് പോകുന്ന അവസ്ഥകളുണ്ട്. ദൈവമേ, പാപ സാഹചര്യങ്ങളിൽ അത് വിടാൻ മടിച്ചു നിന്ന സാഹചര്യങ്ങളുണ്ട്. പലപ്പോഴും കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ പാപത്തിൻ്റെ ഓർമ്മകളിൽ തങ്ങി നിന്ന അവസ്ഥകളുണ്ട്. ദൈവമേ, ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. അവിടുന്ന് കരുണാമയനാണല്ലോ. അങ്ങയിൽ ശരണപ്പെടുന്ന ഒരാളെ പോലും അവിടുന്ന് തള്ളിക്കളയുകയില്ലല്ലോ. ദൈവമേ, ഒരു തിരിച്ചുവരവ് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. കർത്താവേ, ഞങ്ങളെ അങ്ങയോട് ചേർക്കണേ, ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഉള്ളൊരുകി പ്രാർത്ഥിക്കുന്നു. കരുണാമയനേ, ക്രൂശിതനേ, കാരുണ്യം തൂകണമേ. കരുണയ്ക്ക് വേണ്ടി ഒരു ദൈവബദൽ അപേക്ഷിച്ചാൽ പിന്നെ ദൈവം അവന് കരുണയും അനുകമ്പയും മാത്രമാണ്. കരുണാമയനേ, ക്രൂശിതനേ, കാരുണ്യം തൂകണമേ. കരങ്ങൾ ഉയർത്തി ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. കരുണയ്ക്ക് വേണ്ടി അപേക്ഷിക്കുകയാണ്. ഹല്ലേലൂയ, 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 ഹല 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 ഹല. ഏറ്റവും വലിയ പാപിക്കാണ് ഏറ്റവും കൂടുതൽ കരുണ ലഭിക്കുന്നത്. കർത്താവിന്റെ കരുണയിൽ ശരണപ്പെടുന്ന ഒരു ആത്മാവിനെ കർത്താവ് ശിക്ഷിക്കില്ല. കൈകൾ ഉയർത്തി വിളിക്കുന്നു, കരുണാമയനേ, കരുണാമയനേ, ഹല 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 ഹല. കനിയേണമേ.